ഈ കല്യാണത്തെ പറ്റിയുള്ള എന്താണ് എനിക്ക് സത്യം പറഞ്ഞ ഇങ്ങോട്ട് ചന്തുചേട്ടൻ വളരെ നല്ല മികച്ചൊരു കല്യാണമായിരുന്നു. പിന്നെ എല്ലാരും നല്ല എൻജോയ് ചെയ്തു. അങ്ങനത്താണല്ലേ ചേട്ടൻ നല്ലൊരു ചേട്ടനാണ്, നല്ല പൊളി ചേട്ടനാണ്, സൂപ്പർ ചേട്ടനാണ്. താങ്ക് യു. എനിക്ക് പാറു ചേച്ചിക്ക് വേണ്ട ഒരു മെസ്സേജ് കൊടുക്കാനുണ്ട്. ഉണ്ണിച്ചേട്ടൻ കുറച്ച് പിശുക്കനാണ്, പക്ഷേ കുഴപ്പമില്ല. തുടങ്ങട്ടാ. ഞാനും ചേട്ടനും തമ്മിൽ 10 വയസ്സ് വ്യത്യാസമുണ്ട്. ചേട്ടൻ എന്നെ ഭയങ്കര പാമ്പർ ചെയ്താണ് വളർത്തിയത്. പിന്നെ ഞാൻ ഒരു 8ാം ക്ലാസ്സിലൊക്കെ പഠിക്കുമ്പോഴാണ് ചേട്ടന് റിലേഷൻ ഉണ്ടെന്ന് ഞാൻ കണ്ടുപിടിക്കുന്നത്. ഞാൻ കണ്ടുപിടിച്ച് പിന്നെ ചേട്ടൻ എനിക്ക് ഫോൺ തന്ന് ഞാൻ ചേച്ചിയായിട്ട് പരിചയപ്പെട്ട് നല്ല ഫ്രണ്ട്സായി. ഞാൻ 10ാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴാണ് ഉണ്ണി എൻ്റെ ചേച്ചി പ്രസവിക്കുന്നത്. എന്ന് വെച്ചാൽ ഞങ്ങളെ കയ്യിലോട്ട് പ്രസവിച്ചു വന്ന കുഞ്ഞു വാവ തൊട്ട് ഇങ്ങനെ ഇത്രയും വലിയൊരു മോനായി. പിന്നെ നല്ല പഠിക്കാനൊക്കെ നല്ല മിടുക്കനായിട്ടുള്ളൊരു കുട്ടിയായിരുന്നു. അതായത് ഞങ്ങൾക്ക് വളരെ സന്തോഷമാണ് ഇങ്ങനൊരു മോനെ കിട്ടിയത്. അവന് എല്ലാവിധ വിവാഹ മംഗളാശംസകളും. അവര് വിജ്ഞാൻ കോളേജിൽ ഒരുമിച്ചാണ് പഠിച്ചത്. ചേച്ചി ഇങ്ങനെ ഒരു ബസ് സ്റ്റോപ്പിൽ ഇരുന്നപ്പം ചേട്ടൻ കോളേജ് ബസ്സിൽ ഇങ്ങനെ പാസ് ചെയ്ത് പോയത്. അപ്പൊ ചേച്ചിയെ കണ്ടപ്പം പെട്ടെന്ന് ഇങ്ങനെ ഫസ്റ്റ് സൈറ്റ് എന്ന് പറയും പോലെ ചേട്ടൻ ഇഷ്ടപ്പെട്ട്. അത് 2016 ചേച്ചിയുടെ അങ്ങോട്ടൊന്നും ഇഷ്ടമാണെന്ന് പറയണ. അപ്പൊ ചേച്ചി ഇഷ്ടമല്ല എന്ന് പറഞ്ഞ് അപ്പൊ ചേട്ടന് ഭയങ്കരമായിട്ട് വിഷമം ഉണ്ടായി. പിന്നെ ഒരു 3 വർഷം കഴിഞ്ഞപ്പോഴാണ് ചേച്ചി ചേട്ടൻ്റെ അടുത്ത് അങ്ങോട്ട് ഇഷ്ടമാണെന്ന് പറയണ. ഇന്നൊരു വളരെ ഇമോഷണൽ ആയിട്ടുള്ള ദിവസമാണ്. ഉണ്ണിച്ചേട്ടൻ എന്നുള്ളത് ചെറുപ്പം തൊട്ട് ഒരുമിച്ച് വളർന്ന ആൾക്കാരാണ്. നമ്മുടെ കസിൻസ് ആണെങ്കിലും നമ്മൾ ആ ചേട്ടൻ ഒരിക്കലും ഒരു കസിനായിട്ടല്ല കണ്ടിട്ടുള്ളത്, സ്വന്തം അനിയത്തിമാരായിട്ടാണ് കണ്ടിട്ടുള്ളത്. ഉണ്ണിച്ചേട്ടൻ്റെ കല്യാണം കഴിഞ്ഞെന്ന് പറയുമ്പോൾ ഇറ്റ്സ് എ വെരി ഇമോഷണൽ തിങ് ടു മീ. ഉണ്ണിച്ചേട്ടൻ ഞങ്ങൾ ഇത്രയായിട്ടും കരഞ്ഞു കണ്ടിട്ടില്ല. ആദ്യമായിട്ടും അവസാനമായിട്ടും ഉണ്ണിച്ചേട്ടൻ കരഞ്ഞിട്ടുള്ളത് പാറു ചേച്ചിക്ക് വേണ്ടിയിട്ടാണ്. ഒരുമിച്ച് ഫൈറ്റ് ചെയ്ത് അവരിപ്പോ ഒരുമിച്ചാണ്. എല്ലാരും എതിർത്തിട്ടും വിട്ടുകൊടുത്തില്ല. അവരിപ്പോ ഒരുമിച്ചാണ്. ഇനി എപ്പോഴും ഒരുമിച്ചായിരിക്കട്ടെ. Pray for them. അവിടെ പ്രണയം ഒരു 9 വർഷത്തെ പ്രണയമായിരുന്നു. എല്ലാവരും എതിർത്തിട്ടും രണ്ടിലും ഒന്നായ ഒരു മൊമെന്റ് ഉണ്ടല്ല, നമുക്ക് പോലും നമ്മൾ വിചാരിച്ചില്ല ഇത് ഇങ്ങനെ ഇത്രത്തോളം എത്തുമെന്ന്. ഇത്രത്തോളം ഉണ്ണിച്ചേട്ടൻ പിടിച്ചു നിൽക്കും,
കട്ടങ്ങിക്കുമെന്നുള്ള ആ ഒരു ഫീല്. അൺഎക്സ്പെക്റ്റഡ് ആയിപ്പോയല്ലേ. നമ്മള് കഴിഞ്ഞ വർഷമാണ് ഉണ്ണിച്ചാട്ടന്റെ പാറു ചേച്ചിയുടെ കല്യാണം ഉറപ്പിക്കും. ഇപ്പൊ ദിവസം വന്ന് ഇന്നപ്പോ അവരെ കല്യാണം വിശ്വസിക്കാൻ പറ്റില്ല. അവരെ കല്യാണം കഴിഞ്ഞ അവരിപ്പോ ഹസ്ബൻഡ് ആൻഡ് വൈഫ് ആണെന്ന് പറയാൻ വിശ്വസിക്കാനേ പറ്റില്ല. कभी न रंग लाई बरस मोरे